മണ്ണാർക്കാട് നഗരത്തിൽ ദേശീയപാതയുടെ അനുമതിയില്ലാതെ സ്വകാര്യ ഏജൻസി സ്ഥാപിച്ച ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന താലൂക്ക് വികസന സമിതി. എഗ്രിമെന്റ് പോലും ഇല്ലാതെ സ്വകാര്യ ഏജൻസിക്ക് ബോർഡ് വയ്ക്കാൻ അനുമതി നൽകിയത് നഗരസഭയുടെ കള്ളത്തരമാണെന്നും അടിയന്തരമായി ഇവ നീക്കം ചെയ്യണമെന്നും വികസന സമിതി അംഗം PR സുരേഷ് ആവശ്യപ്പെട്ടു. അടുത്ത വികസന സമിതി യോഗത്തിന് മുമ്പ് നീക്കം ചെയ്യാമെന്ന് NH പ്രതിനിധി അറിയിച്ചു. അതേസമയം നഗരസഭ വർക്ക് ഓർഡർ ക്യാൻസൽ ചെയ്യാനുള്ള കൗൺസിൽ തീരുമാനത്തിനെതിരെ കമ്പനി കോടതിയെ സമീപിച്ചു. ആ എഗ്രിമെന്റ് വെക്കാതെ ഇവർ വർക്ക് ഓർഡർ കൊടുത്തു. അതിൽ തന്നെ ദുരൂഹതയുണ്ട്. മുനിസിപ്പാലിറ്റി അല്ല, ഒരു സർക്കാർ സ്ഥാപനം ചെയ്യാൻ പാടില്ലാത്ത ബഹുമാനിയായ ചെയർപേഴ്സൺ ഇവിടെ ഉണ്ട്. അവരെല്ലാ കാലഘട്ടത്തിലല്ല, അതിന് മുമ്പ് നടന്നാണത്. അവരുടെയും കൂടി ശ്രദ്ധപ്പെടുന്നതിന് വേണ്ടി പറയുകയാണ്. തികഞ്ഞ കള്ളത്തരം അതാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ഒരു സ്വകാര്യ വ്യക്തിക്ക് നിങ്ങൾ തോന്നിയതുപോലെ ബോർഡ് വെച്ചോ എന്ന് പറഞ്ഞിട്ട് വർക്ക് ഓർഡർ കൊടുക്കുക. എഗ്രിമെന്റ് ഇല്ല. എത്ര കാലത്തേക്ക് വെക്കാം, എത്ര കാലം പൈസ പിരിക്കാം, എത്ര കാലം ബോർഡ് വെക്കാം, ഇതൊന്നുമില്ല. അത് ആരുടെ സ്ഥലത്താണ്? നിങ്ങളുടെ സ്ഥലത്താണ്. ദേശീയപാത സ്ഥലത്താണ് ഇവര് ചെയ്യുന്നത്. ആ ചെയ്തതില് അവരന്ന് ഹൈക്കോടതി പോയോ? ഹൈക്കോടതി പോയി നിരവധി വർഷക്കാലം നിങ്ങൾ കേസ് നടത്തി ദേശീയപാത. എന്നിട്ട് അവർക്ക് അതിൽ അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടിയോ? എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? ഞങ്ങൾ കഴിഞ്ഞ തവണയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇവർക്ക് നോട്ടീസ് കൊടുത്തു, ഇവർ അവർക്ക് നോട്ടീസ് കൊടുത്തു. ദേശീയപാതയുടെ അധീനതയിലുള്ള സ്ഥലത്ത് പരസ്യ ബോർഡ് സ്ഥാപിച്ച് അതിന്റെ പണം വാങ്ങാൻ സ്വകാര്യ ഏജൻസിക്ക് സൗകര്യം നൽകിയത് മണ്ണാർക്കാട് നഗരസഭയാണ്. 2022 തയ്യാറാക്കിയ വർക്ക് ഓർഡറിന്റെ ബലത്തിലാണ് നിയമവിരുദ്ധമായി ബോർഡ് സ്ഥാപിച്ചത്. അന്നത്തെ നഗരസഭാ ചെയർമാൻ C. മുഹമ്മദ് ബഷീർ പറഞ്ഞത് പരസ്യ വരുമാനം കൊണ്ട് തെരുവ് വിളക്കിന്റെ വൈദ്യുതി ബില്ല് അടയ്ക്കുമെന്നാണ്. എന്നാൽ ബോർഡ് സ്ഥാപിച്ചതിലൂടെ നഗരസഭയ്ക്ക് 1 രൂപ പോലും വരുമാനം ലഭിക്കുന്നില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ബോർഡ് സ്ഥാപിക്കുന്നതിനെതിരെ ഉടനടി പിഴ ഈടാക്കുന്ന നഗരസഭ ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണ്. ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്ത് ചെലവായ തുക നഗരസഭാ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കണം. ബോർഡുകൾ മാറ്റണമെന്ന കോടതി ഉത്തരവിന്റെ ലംഘനമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും സുരേഷ് പറഞ്ഞു. 500ഓളം കടകളെ മുഖം വെട്ടി പൊളിച്ചിട്ടാണ് അങ്ങനെ എടുത്തത്. അന്ന് പല ജനപ്രതിനിധികളും മാറി നിന്നു ഈ വിഷയത്തിൽ നിന്നൊക്കെ. അന്ന് ആർജവമുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ ദേശീയപാതയിലും റവന്യൂവിലും ഉണ്ടായത് കൊണ്ടാണ് അത് കിട്ടിയത്. വളരെ വിഷമമുണ്ട് ആ കാര്യത്തില്. ഇപ്പൊ വീണ്ടും ബോർഡ് സ്ഥാപിച്ചു. ഞങ്ങൾ ഈ വിഷയം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? വീണ്ടും ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു പുതിയതായിട്ട്. അപ്പൊ നിങ്ങൾ കാഴ്ച വസ്തുവിനെ പോലെ നിങ്ങൾ ഈ ദേശീയപാത അധികൃതർ നിൽക്കുക. നിങ്ങൾക്ക് ഇനി ഇതിന്റെ ഫണ്ട് എവിടെ നിന്ന് കിട്ടും? അടിയന്തരമായിട്ട് നിങ്ങൾ ചെയ്യണ്ടേ? പോട്ടെ, എന്നാൽ ഞങ്ങൾ 4 ബോർഡ് വെക്കാവുക. നിങ്ങൾ എടുത്തു മാറ്റൂ. ഞങ്ങൾ വെച്ച ബോർഡുകൾക്ക് 5000 രൂപ ഫൈൻ വാങ്ങിയ ആളുകളാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ ആളുകൾ. എന്നിട്ട് അവരെ ഏതോ ഒരു ഏജൻസിക്ക്, അത് എവിടുത്തെ തന്നെ അറിയില്ല, ആ ഏജൻസിക്ക് അവരെ പൈസ എഗ്രിമെന്റ് വർക്ക് ഓർഡർ കൊടുത്ത് എങ്ങനെ വർക്ക് ഓർഡർ കൊടുക്കുക? ആ വർക്ക് ഓർഡർ കൊടുക്കണമെങ്കിൽ ഒരു എഗ്രിമെന്റ് വേണ്ടേ? അത് കൊടുക്കാം, അതിനൊരു പ്രശ്നം നമ്മൾ പറയില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നടപടി എടുക്കാലോ. നിങ്ങൾക്ക് ഇതില് ഞാൻ ചോദിക്കുന്നത്, ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റുന്നതിന് നിങ്ങൾക്ക് എന്താണ് അതിന്റെ നഷ്ടം? നിങ്ങൾ മുനിസിപ്പാലിറ്റിയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കയ്യിൽ നിങ്ങൾ ഈടാക്കണം. അല്ലാതെ 1,75,00,000 രൂപ ഞങ്ങളെ നികുതിദായകരെ പൈസ അല്ല പോകേണ്ടത്. ഇത് ഞങ്ങൾ ആരെങ്കിലും ഒരാൾ സിഗരറ്റ് വെച്ചാലോ അല്ലെങ്കിൽ പൊറോട്ട കഴിച്ചാലോ കിട്ടുന്ന GST എടുത്തിട്ടാണെങ്കിൽ ഈ പൈസ എടുത്തിട്ടാണെങ്കിൽ ചെലവാക്കുന്നത്. അപ്പൊ ഈ പൈസ എടുക്കാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ പേരിൽ കൊടുത്താൽ ഈ പറയുന്ന തരികളൊന്നും നടക്കൂല. ഈ പറയുന്ന ആളുകൾക്ക് ഒരു കടലാസം കൊടുക്കുക. എന്നിട്ട് നിങ്ങളിപ്പോ മണ്ണാർക്കാട് കോടതിയിലാണ്. ഇനി ആ കേസ് നിങ്ങൾ എത്ര കാലം നടത്തും? മുനിസിപ്പാലിറ്റി കള്ളത്തരത്തിൽ നിൽക്കും. വേറൊന്നും കൊണ്ട് പറയാല്ല. ചെയർപേഴ്സണ് ബഹുമാനം ഇല്ലാത്തതുകൊണ്ട് പറയാൻ കേട്ടോ. അവരിതിനെ കുറിച്ച് അറിയില്ല. ഈ ഉദ്യോഗസ്ഥന്മാര് ബന്ധപ്പെട്ടിരിക്കുന്നവർ ഇതിന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കുകയാണ്. പച്ചക്ക് പറയാം. ഇപ്പൊ ഈ ആളൊക്കെ ഒരു നിയമം ഇല്ലാതെ കൃത്യമായി പറഞ്ഞ് 4-7 ബോർഡ് കൗൺസിൽ തീരുമാനിച്ചിട്ടും ഇതൊക്കെ നീക്കം ചെയ്യാൻ. എന്നിട്ട് ഇയാൾക്ക് തത്താൻ കൊടുക്കും. പറ്റുകയാണെങ്കിൽ ഇന്ന വക്കീലിനെ കണ്ടോട്ടൊന്നും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇത് നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾക്ക് ഇത് നടപടിയാകും. സങ്കടം കൊണ്ട് ചോദിക്കുകയാണ്, നടപടിയാകും. നഗരസഭയുടെ അനുമതിയില്ലാതെയാണ് ബോർഡുകൾ സ്ഥാപിച്ചതെന്ന് നഗരസഭാ പ്രതിനിധിയായ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇതിനെതിരെ സ്വകാര്യ ഏജൻസിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്നാൽ അവർ കോടതിയിൽ പോയിരിക്കുകയാണെന്നും പ്രതിനിധി സഭയെ അറിയിച്ചു. അവര് ഉദ്ദേശിക്കുന്ന മോഡൽ ഭരണസമിതിക്ക് കാട്ടിയിട്ട് അംഗീകാരം വാങ്ങുകയൊന്നും ചെയ്തിട്ടില്ല, എഗ്രിമെന്റിൽ ഏർപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ അവരുടെ വർക്ക് ഓർഡർ റദ്ദാക്കിക്കൊണ്ട് തീരുമാനം കൗൺസിൽ എടുത്തിട്ടുണ്ട്. ആ തീരുമാനം അവരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ അവരിപ്പോൾ മണ്ണാർക്കാട് മുനിസിപ്പൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതാണ് നിലവിലെ അതിൻ്റെ സ്റ്റാൻഡ്.
തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാൻ മാത്രമാണ് നഗരസഭയ്ക്ക് അനുമതി നൽകിയിട്ടുള്ളതെന്ന് ദേശീയപാത പ്രതിനിധി അറിയിച്ചു. ബോർഡുകളിൽ മണ്ണാർക്കാട് നഗരസഭയെന്ന് എഴുതിയത് കാരണം അവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. നാട്ടുകൾ മുതൽ താണാവ് വരെയുള്ള ബോർഡുകൾ മാറ്റാൻ 1,80,00,000 രൂപയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ടെന്നും അടുത്ത യോഗത്തിനു മുമ്പ് ബോർഡുകൾ മാറ്റുമെന്നും പ്രതിനിധി അറിയിച്ചു. നഗരസഭ തന്നെയാണ് മണ്ണാർക്കാട് നഗരസഭ എന്നുള്ള പച്ച ബോർഡാണ് ആ പരസ്യ ബോർഡുകളുടെ താഴെ കാണുന്നത്. അപ്പോൾ അത് നഗരസഭ അറിയിക്കുക എന്നാണ് അത് പറയുന്നത്. അവരെ വെച്ചത് അവരെ മാറ്റണം എന്നുള്ളതാണ് നോട്ടീസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അവര് അത് മാറ്റാത്ത പക്ഷം നമ്മൾ 1,35,00,000 നമ്മളൊരു എവിക്ഷൻ എസ്റ്റിമേറ്റ് നമ്മൾ നേരത്തെ സബ്മിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് ആ എമൗണ്ട് പോരാതെ അവർക്ക് റീകാസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് തിരിച്ചു തന്നു. വീണ്ടും 1,80,00,000 നമ്മൾ റീകാസ്റ്റ് ചെയ്ത് എസ്റ്റിമേറ്റ് സബ്മിഷൻ ചെയ്തിട്ടുണ്ട്. അത് അംഗീകാരം കിട്ടിയ ഉടനെ നമ്മൾ എവിക്ഷൻ എസ്റ്റിമേറ്റിലൂടെ ഈ പറയുന്ന ബോർഡുകൾ എല്ലാം നീക്കം ചെയ്യും. എന്നാൽ അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകൾ നീക്കാൻ നികുതിപ്പണം ഉപയോഗിക്കാൻ പാടില്ലെന്നും ബോർഡ് സ്ഥാപിച്ചവരിൽ നിന്ന് ഈടാക്കണമെന്നും PR സുരേഷ് ആവശ്യപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ ലയൻ അധ്യക്ഷത വഹിച്ചു. ചില കരുതലുകൾ ബന്ധങ്ങൾ പോലെ അമൂല്യങ്ങളാണ്. പഴരി ഗോൾഡ്, തലമുറകൾ കൈമാറിയ ആത്മബന്ധം.